നയൻതാരയ്ക്ക് ഇന്ന് 40ാം ജന്മദിനത്തോടനുബന്ധിച്ച് നയൻതാര ബിയോണ്ട് ദി ഫെയറി ടെയിൽ എന്ന ഡോക്യുമെന്ററി നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യുകയും ചെയ്തു. ഏറെ വിവാദങ്ങൾക്കൊടുവിലാണ് ഡോക്യുമെന്ററിയുടെ റിലീസ്. നയൻതാരയുടെ സിനിമാ ജീവിതവും സ്വകാര്യ ജീവിതവുമാണ് ഡോക്യുമെന്ററിയിൽ ഉള്ളത്. സംവിധായകൻ ഗൗതം മേനോനാണ് നെറ്റ്ഫ്ലിക്സിനായിട്ട് ഡോക്യുമെന്ററി ഒരുക്കിയിരിക്കുന്നത്. മാത്രമല്ല, വിഘ്നേഷുമായിട്ടുള്ള വിവാഹത്തിന്റെ ഇതുവരെ പുറത്തുവരാത്ത ദൃശ്യങ്ങളും ഡോക്യുമെന്ററിയിലുണ്ട്. ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് സംവിധായകൻ വിഘ്നേഷ് ശിവനും നയൻതാരയും വിവാഹിതരാകുന്നത്. 2015 പുറത്തിറങ്ങിയ നാനും റൗഡി താൻ എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചാണ് നയൻതാരയും വിഘ്നേഷ് ശിവനും പ്രണയത്തിലായത്. 6 വർഷത്തിനു ശേഷം 2021 മാർച്ച് 25 ഇവരുടെ വിവാഹ നിശ്ചയം നടന്നു. തുടർന്ന് ആഡംബര വിവാഹവും. വിവാഹത്തിന്റെ ദൃശ്യങ്ങൾ പകർത്താനുള്ള അവകാശം താരങ്ങൾ നെറ്റ്ഫ്ലിക്സിന് മാത്രമാണ് നൽകിയിരുന്നത്. 2022 ജൂൺ 9 വിവാഹം. സൂപ്പർ താരങ്ങൾ ഉൾപ്പെടെ നിരവധി പേരാണ് വിവാഹത്തിൽ പങ്കെടുത്തത്. മഹാബലിപുരത്തെ ഷെറാട്ടൺ ഗ്രാൻഡ് റിസോർട്ടിലായിരുന്നു വിവാഹവേദി. ഡോക്യുമെന്ററി പുറത്തിറങ്ങാനിരിക്കെയാണ് ധനുഷിനെതിരെ പരസ്യമായിട്ട് രംഗത്തെത്തിയതോടെ വിവാദം ഇതിനിടയിൽ തന്നെ ഉടലെടുക്കുന്നത്. നാനും റൗഡി താൻ എന്ന സിനിമയിലെ 3 സെക്കൻഡ് ദൃശ്യങ്ങൾ ഉപയോഗിച്ചതിന്റെ പേരിൽ നടനും നിർമ്മാതാവുമായ ധനുഷ് 10 കോടിയുടെ വക്കീൽ നോട്ടീസ് അയച്ചതാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. ധനുഷിനെതിരെ തുറന്ന കത്തുമായിട്ടാണ് നയൻതാര രംഗത്തെത്തിയിരിക്കുന്നത്. പ്രതികാരം ദാഹിയായിട്ടുള്ള ഏകാധിപതി എന്ന് വിളിച്ച് രൂക്ഷമായ ഭാഷയിലായിരുന്നു നയൻതാരയുടെ പ്രതികരണം. ഇതിനെതിരെ ധനുഷും പ്രതികരിച്ചു. നാനും റൗഡി താൻ എന്ന ചിത്രത്തിലെ ചില ദൃശ്യങ്ങളും ഡോക്യുമെന്ററിയിലുണ്ട്. മലയാളത്തിലൂടെ കരിയർ ആരംഭിച്ച് തമിഴ്, തെലുങ്ക്, ബോളിവുഡ് ചിത്രങ്ങളിലൂടെ തന്റേതായ സ്റ്റാർഡം സൃഷ്ടിച്ചെടുത്ത നയൻതാരയുടെ ജീവിതമാണ് നെറ്റ്ഫ്ലിക്സ് ഒരുക്കിയിരിക്കുന്നത്. മകൾ, സഹോദരി, ജീവിത പങ്കാളി, അമ്മ, സുഹൃത്ത് എന്നിങ്ങനെ നയൻതാരയുടെ ജീവിതത്തിലെ പല വേഷങ്ങളും ഡോക്യുമെന്ററിയിലുണ്ട്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയാണ് ഡോക്യുമെന്ററി നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്തത്. അതേസമയം നയൻതാരയുടെ പുതിയ ചിത്രത്തിന്റെ ടൈറ്റിലും ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിലുള്ള കയ്യടിയാണ് ഈ ഒരു റിലീസിന് നേടിയിരിക്കുന്നത്. എന്നാൽ ഇതിനിടയിൽ തന്നെ മൗനം വെടിഞ്ഞ് ധനുഷും രംഗത്തെത്തി. നാനും റൗഡി താൻ സിനിമയിലെ രംഗങ്ങൾ ഡോക്യുമെന്ററിയിൽ നിന്നും ഒഴിവാക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ധനുഷ്. 24 മണിക്കൂറിനകം രംഗങ്ങൾ ഒഴിവാക്കിയില്ലെങ്കിൽ നയൻതാരയ്ക്കും നെറ്റ്ഫ്ലിക്സിനും എതിരെ 10 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നിയമ നടപടി സ്വീകരിക്കുമെന്ന് ധനുഷിന്റെ അഭിഭാഷകൻ പ്രസ്താവനയിൽ അറിയിച്ചു. നയൻതാര ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ എല്ലാം അടിസ്ഥാനരഹിതമാണ്. വിവാദാടിസ്ഥാനമായിട്ടുള്ള സിനിമയുടെ നിർമ്മാതാവ് ധനുഷാണെന്നും അതുകൊണ്ട് തന്നെ അതിന്റെ ഉടമസ്ഥാവകാശവും അദ്ദേഹത്തിൻ്റെതാണ് എന്നും അത് പകർത്തിയ വ്യക്തിയുടേതല്ല എന്നും പ്രസ്താവനയിൽ പറയുന്നു. വിവാദ ഉള്ളടക്കം ഡോക്യുമെന്ററിയിൽ നിന്ന് 24 മണിക്കൂറിനുള്ളിൽ നീക്കം ചെയ്യണമെന്നും അഭ്യർത്ഥന അംഗീകരിച്ചില്ലെങ്കിൽ നയൻതാരയ്ക്കെതിരെ നെറ്റ്ഫ്ലിക്സിനെതിരെയും 10 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കുമെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എൻ്റെ ക്ലയന്റ് സിനിമയുടെ നിർമ്മാതാവാണ്. അവർ സിനിമയുടെ നിർമ്മാണത്തിനായിട്ട് ഓരോ തുകയും എവിടെയൊക്കെ ചെലവഴിച്ചെന്ന് വ്യക്തമായിട്ട് അറിയാം. ബിഹൈൻഡ് സീൻ ഷൂട്ട് ചെയ്യാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നും ധനുഷിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കി. അതേസമയം തന്നെ ഇരുവരുടെയും വാക്കുതർക്കങ്ങളും വിവാദങ്ങളും വലിയ രീതിയിലുള്ള ചർച്ചകളും ആയിട്ടുണ്ട്. ഇതിനോടകം തന്നെ പ്രേക്ഷകരും ഉറ്റുനോക്കുന്നത് അത് തന്നെയാണ്.